അമേരിക്കയിൽ ട്രംപിന്റെ പ്രഭാവത്തിന് തിരശ്ശീല വീണു കഴിഞ്ഞു. യുദ്ധക്കൊതിയിൽ ട്രംപ് ആറാടുമ്പോൾ മറുവശത്ത് സ്വന്തം രാജ്യത്ത് ജനങ്ങൾ അമർഷത്തിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇറാനുമായുള്ള യുദ്ധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ട്രംപിന്റെ ഭരണരീതികളിലും വിദേശ നയങ്ങളിലും പ്രതിഷേധിച്ചാണ് ജനങ്ങൾ ഇപ്പോൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. നോ കിങ്സ് എന്ന പേരിൽ രാജ്യവ്യാപകമായി നടക്കുന്ന റാലികളിൽ 80 ലക്ഷത്തോളം പേർ പങ്കെടുത്തതായാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിലായി 3300 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറിയത്. നഗരകേന്ദ്രങ്ങൾ മുതൽ കുഗ്രാമങ്ങളിൽ വരെ ട്രംപിന്റെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ ജനരോഷം ആഞ്ഞടിച്ചു. വാഷിംഗ്ടൺ DC-യിലെ ലിങ്കൺ മെമ്മോറിയലിന് മുന്നിലും ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിലും ലക്ഷക്കണക്കിന് ജനങ്ങളാണ് തടിച്ചുകൂടിയത്. ഭരണമാറ്റം സ്വന്തം നാട്ടിൽ നിന്ന് തുടങ്ങണമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. ട്രംപിനെ ഒരു പ്രസിഡന്റായല്ല, മറിച്ചൊരു രാജാവിനെയോ സ്വേച്ഛാധിപതിയെയോ പോലെയാണ് ഭരണകൂടം ചിത്രീകരിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന പ്രതിഷേധങ്ങളെക്കാൾ 10 ലക്ഷത്തിലധികം പേർ ഇത്തവണ അധികമായി പങ്കെടുത്തുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജനസംഖ്യ 2000 താഴെ മാത്രമുള്ള ഇഡാഹോയിലെ ഡ്രഗ്സ് എന്ന ചെറിയ ഗ്രാമത്തിൽ വരെ പ്രതിഷേധം സംഘടിപ്പിക്കപ്പെട്ടു. ഇറാനുമായുള്ള യുദ്ധത്തിൽ രാജ്യത്തെ ജനങ്ങൾ അസംതൃപ്തരാണ്. അമേരിക്കയെ സാമ്പത്തികമായും സൈനികമായും തകർക്കാൻ മാത്രമാണ് യുദ്ധം കൊണ്ട് കഴിഞ്ഞതെന്നാണ് ജനങ്ങൾ പരാതിപ്പെടുന്നത്. ഇറാനുമായുള്ള യുദ്ധം സാധാരണക്കാരായ അമേരിക്കക്കാരെ വലിയ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലെ അനാവശ്യമായ സൈനിക ഇടപെടലുകൾക്കായി രാജ്യത്തെ പണം ദൂർത്തടിക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് റാലികളിൽ ഉയർന്നത്. വിലക്കയറ്റം കുറയ്ക്കുമെന്നും യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്നും എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടുമെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപ് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നും റാലികളിൽ പങ്കെടുത്ത ജനങ്ങൾ ആരോപിച്ചു. സാധാരണക്കാരുടെ ജീവിതം ഓരോ ദിവസവും ദുസ്സഹമാകുമ്പോഴും യുദ്ധത്തിനായി കോടിക്കണക്കിന് ഡോളർ ചെലവാക്കുന്ന ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയെ സാമ്പത്തികമായി തകർക്കുമെന്നാണ് പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെ മിനിയാപോളിസ് തെരുവുകളിൽ 2 അമേരിക്കൻ പൗരന്മാരെ ECE വെടിവെച്ച് കൊന്ന സംഭവം ജനരോഷം ആളിക്കത്തിച്ചിട്ടുണ്ട്. കുടിയേറ്റക്കാരുള്ള മോശം പെരുമാറ്റവും മനുഷ്യാവകാശ ലംഘനങ്ങളും ചൂണ്ടിക്കാട്ടി വിവിധ സാമൂഹിക വിഭാഗങ്ങൾ കൂടി പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. ട്രംപിന്റെ ഭരണകൂടം നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഓരോന്നായി ജനങ്ങളിൽ നിന്ന് കവർന്നെടുക്കുകയാണെന്നും ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻ അനുഭാവികളും ഒരുപോലെ ആരോപിച്ചു. ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യവും പലയിടങ്ങളിലും ഉയർന്നു കഴിഞ്ഞു. അമേരിക്കയിൽ മാത്രമല്ല, ലണ്ടൻ അടക്കമുള്ള യൂറോപ്പിലെ വിവിധ നഗരങ്ങളിലും ട്രംപിനെതിരെ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടന്നു. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന അമേരിക്കൻ പൗരന്മാരും ഈ ജനകീയ മുന്നേറ്റത്തിൽ സജീവ പങ്കാളികളായി. ഇറാൻ യുദ്ധവും വെനസ്വേലയിലെ ഇടപെടലുകളും അമേരിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ സാരമായി ബാധിക്കുന്നതായി ഇവർ ചൂണ്ടിക്കാട്ടി. യാതൊരു പദ്ധതിയുമില്ലാതെ യുദ്ധങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ട്രംപിന്റെ രീതികൾ ജനാധിപത്യത്തിന് ചേർന്നതല്ലെന്നാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ നിലപാട്. പശ്ചിമേഷ്യയിലെ സംഘർഷം ലോകമാകെ പടരാൻ ട്രംപിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കാരണമാകുന്നുണ്ടെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ ഉന്നയിച്ച മറ്റൊരു പ്രധാന വിഷയം മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കുമെതിരെ ഭരണകൂടം സ്വീകരിക്കുന്ന നടപടികൾ കടുത്ത വിവേചനമാണെന്ന് ഇവർ പറയുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യനീതി ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ അപ്രത്യക്ഷമാവുകയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. പലരും ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണെന്നും രാജ്യത്തെ സാമ്പത്തിക സാഹചര്യം മോശമാകുന്നത് കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ഭക്ഷണത്തെ പോലും ബാധിക്കുമെന്നും പ്രതിഷേധക്കാർ ആശങ്ക പ്രകടിപ്പിച്ചു. ഇതിനെല്ലാം പുറമെ അധികാര ദുർവിനിയോഗമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ മുഖമുദ്രയെന്നും അവർ ആവർത്തിച്ചു പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഓരോന്നായി പരിശോധിച്ചാൽ ട്രംപ് ജനങ്ങളെ വഞ്ചിച്ചതായാണ് പ്രതിഷേധക്കാർ പറയുന്നത്. വിലക്കയറ്റം തടയാൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അത്യാവശ്യ സാധനങ്ങൾക്ക് പോലും സാധാരണക്കാർക്ക് പണം തികയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടുമെന്ന വാഗ്ദാനം ട്രംപ് മനഃപൂർവ്വം വിസ്മരിക്കുകയാണെന്നും ഇതിനു പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്നും പ്രതിഷേധക്കാർ സംശയം പ്രകടിപ്പിച്ചു. വിദേശ നയങ്ങളുടെ പേരിൽ പാവപ്പെട്ടവരുടെ പണം യുദ്ധത്തിനൊഴുക്കുന്നത് നിർത്തണമെന്ന ആവശ്യമാണ് ഓരോ തെരുവിലും മുഴങ്ങിയത്. ഭരണഘടന നൽകുന്ന അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ഒരു ഭരണകൂടത്തിനെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന ഈ പ്രക്ഷോഭം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. ഓരോ തെരുവിലും മുഴങ്ങുന്ന ഈ മുദ്രാവാക്യങ്ങൾ ട്രംപ് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ പ്രതിഷേധം ഒരു തുടക്കം മാത്രമാണെന്നും ട്രംപ് തന്റെ നയങ്ങൾ തിരുത്തുന്നതുവരെ തെരുവുകളിൽ നിന്ന് പിന്മാറില്ലെന്നുമാണ് നോ കിങ്സ് പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്.